ഇസ്രായേൽ ലേസർ പ്രതിരോധ സംവിധാനമായ അയൺ ബീമിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഈ വർഷം അവസാനത്തോടെ അയൺ ബീം വിന്യസിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇന്റർസെപ്ഷൻ പ്ലാറ്റ്ഫോമായിരിക്കും ഇത്. കുറച്ചു കാലമായി അയൺ ഡോമിലെ പിഴവുകൾ വെളിപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ സുരക്ഷയ്ക്കായി ഈ പുതിയ പ്രതിരോധ സംവിധാനം വിന്യസിക്കുന്നത്. പുതിയ ലേസർ പ്രതിരോധ സംവിധാനമായ അയൺ ബീമിന്റെ വിന്യാസത്തിനായുള്ള എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായതായും ഈ വർഷം അവസാനത്തോടെ അയൺ ബീം വിന്യസിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു. റോക്കറ്റുകൾ, ഡ്രോണുകൾ, മോർട്ടാറുകൾ തുടങ്ങിയ ഭീഷണികളെ അതിവേഗത്തിലും കുറഞ്ഞ ചെലവിലും നിർവീര്യമാക്കാൻ അയൺ ബീം സംവിധാനത്തിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹീബ്രുവിൽ ഓർ ഈറ്റാൻ, ഈറ്റാന്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന അയൺ ബീം ഇസ്രായേലി പ്രതിരോധ കമ്പനിയായ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്തതാണ്. 2014 സിംഗപ്പൂർ എയർ ഷോയിലാണ് ഇതാദ്യമായി പ്രദർശിപ്പിച്ചത്. പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ചിലവേറിയതും ഫലപ്രദമല്ലാത്തതുമാണെന്ന് കണ്ടെത്തിയ ഡ്രോണുകൾ, മോർട്ടാറുകൾ, ഹ്രസ്വദൂര റോക്കറ്റുകൾ തുടങ്ങിയ ചെറുതും വില കുറഞ്ഞതുമായ ആയുധങ്ങൾ തടയുക എന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ അയൺ ബീമിന്റെ ലക്ഷ്യം. ഇപ്പോൾ അയൺ ബീം പ്രതിരോധ വിന്യാസത്തിന് പൂർണ്ണമായും തയ്യാറാണ്. പരീക്ഷണവേളയിൽ അയൺ ബീമിന്റെ പ്രകടനം മികച്ചതായിരുന്നുവെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം പറയുന്നു. റോക്കറ്റുകളും മോർട്ടാറുകളും ഉൾപ്പെടെ എല്ലാ ഭീഷണികളെയും ഇത് നശിപ്പിച്ചു. ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ നേട്ടത്തെ ഒരു ചരിത്ര നാഴികക്കല്ല് എന്ന് വിളിച്ചു. ഈ വർഷം അവസാനത്തോടെ ഈ സംവിധാനം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കൈമാറുകയും രാജ്യത്തെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുകയും ചെയ്യും. ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായ ഹൈ പവർ ലേസർ ഇന്റർസെപ്ഷൻ പ്ലാറ്റ്ഫോമാണ് അയൺ ബീമെന്നും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെ ഇത് പുനരുജ്ജീവിപ്പിക്കുമെന്നും ഇസ്രായേൽ പറയുന്നു. അതേസമയം അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് അല്ലെങ്കിൽ ആരോ മിസൈൽ ഇന്റർസെപ്റ്ററുകൾ പോലുള്ള ഇസ്രായേലിന്റെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പകരമായല്ല അയൺ ബീം എത്തുന്നത്. രാജ്യത്തിന്റെ മൾട്ടി ലെയർഡ് സുരക്ഷാ ശൃംഖലയ്ക്ക് ഇതൊരു പാളി കൂടി ചേർക്കുന്നു. ഗാസയിലെ ഹമാസ്, ലബനനിലെ ഹിസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകളിൽ നിന്നുള്ള റോക്കറ്റുകളെ തടയുന്നതിൽ അയൺ ഡോം വളരെ ഫലപ്രദമാണ്. എന്നാൽ ഇതിനായി വില കൂടിയ മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ ഉപയോഗം ആവശ്യമാണ്. അയൺ ബീം ഈ പ്രശ്നം പരിഹരിക്കുന്നു. പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചുകയറാൻ പലപ്പോഴും കൂട്ടത്തോടെ വെടിവയ്ക്കുന്ന ചെറിയ റോക്കറ്റുകൾ, ഡ്രോണുകൾ, മോർട്ടാറുകൾ തുടങ്ങിയ ഹ്രസ്വദൂര ഭീഷണികളെ അയൺ ബീം ലക്ഷ്യമിടുന്നു. ഫൈബർ ലേസർ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അയൺ ബീം. ഒരു ഭീഷണി കണ്ടെത്തിയാൽ സിസ്റ്റം അതിനെ ട്രാക്ക് ചെയ്യുകയും ഒന്നിലധികം ചെറിയ ബീമുകളെ ഒരൊറ്റ ബിന്ദുവിൽ ഫോക്കസ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ലേസർ ഒരു ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ വെറും 4 സെക്കൻഡിനുള്ളിൽ അതിനെ നിർവീര്യമാക്കാൻ ഇതിന് കഴിയും. സിസ്റ്റത്തിന് ഏകദേശം 10 കിലോമീറ്റർ വരെ പരമാവധി ഫലപ്രദമായ പരിധിയുണ്ട്. വെടിയുണ്ടകൾ തീർന്നു പോകാതെ വെടിവയ്ക്കുന്നത് തുടരാൻ അയൺ ബീമിന് കഴിയും. നീണ്ടുനിൽക്കുന്ന ആക്രമണങ്ങളിൽ ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമാകുന്നു. പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളേക്കാൾ വളരെ കുറവാണ് അയൺ ബീമിന്റെ ചിലവ്. മിസൈൽ ഇന്റർസെപ്റ്ററുകൾക്ക് $50,000 മുതൽ $150,000 വരെ ചിലവ് വരുമ്പോൾ അയൺ ബീം ലേസർ ഷോട്ടിന് ഏകദേശം $2,000 മാത്രമേ ചിലവാകുകയുള്ളൂ. അതുകൊണ്ടാണ് സുരക്ഷാ മേഖലയിൽ ഇതിനെ ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഷെക്കൈന ന്യൂസ്.